ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മളിന്ന് കുറേ കാലത്തിന് ശേഷമാണ് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അത് ഒരു കാര്യം. ആൻഡ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇസ്കോയമ്പത്തൂർ. സോ യാ, ലെറ്റ്സ് ഗോ ട്രാവൽ. നമ്മൾ വീട്ടിൽ നിന്ന് കോയമ്പത്തൂരേക്ക് ഇറങ്ങിയിട്ടോ. ഒരു 6:30 ഒക്കെ ആയി ഇറങ്ങുമ്പോൾ. 5:30 ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്, ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ മണ്ണുത്തി എത്താറായി. മണ്ണുത്തിയിൽ മറ്റേ നമ്മുടെ ഇറിഗേഷൻ്റെ അതാണ് കാണിക്കുന്നത്. 6:30 ആയപ്പോൾ അതിന് വെളിച്ചം വന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുതിരാൻ തുരങ്കം വഴി പോണത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലെ തന്നെ വലിയ തുരങ്കമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അതിന് കണ്ട സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ പാലക്കാടിലേക്ക് കയറിയിരിക്കും. എന്താ രസം കാണാനെന്നറിയാം. രാവിലെ ആയതുകൊണ്ട് യാത്രയും നല്ല സുഖമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരെ പോണത് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ് കേട്ടോ. കോയമ്പത്തൂർ എത്തി എയർപോർട്ടിൽ. കാരണം അവിടെ വെച്ചാലാണ് അനിയത്തിയുടെ മോൻക്ക് അവിടെ ജോലി റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ ഇതാണ് ജോയിനിങ് കൂടിയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി പോയി കോയമ്പത്തൂർ കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അമ്പലങ്ങളും ഇതൊക്കെ കണ്ടില്ലേ. പക്ഷെ തമിഴന്മാരുടെ അമ്പലം എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ്, കാണാനും നല്ല ഇതാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കയറി. ഇനി അവന് കുറച്ച് അഡ്മിഷൻ പ്രോസസ്സിങ്ങും ഇതൊക്കെ ഉണ്ട്. നമ്മളവിടെ കുറച്ച് നേരം പോസ്റ്റായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കണ്ട, കോയമ്പത്തൂർ എയർപോർട്ട് ഭയങ്കര ചെറിയ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് ഭയങ്കര വലിയ എയർപോർട്ടായിരിക്കും. അവിടെ HR-ൻ്റെ ക്യാബിനൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മളിപ്പോൾ ആദിയോഗിയിലാണ്. നല്ല കാറ്റുണ്ടുള്ള കാട്ടിത്തരാം. അങ്ങനെ അവൻ്റെ അഡ്മിഷൻ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി അവിടെ ആദിയോഗി അതില്ലേ, അത് കാണാൻ പോവുകയാണ്. ഏതായാലും കോയമ്പത്തൂർ വരെ വന്നതല്ലേ വെച്ചിട്ട് നമ്മൾ ആദിയോഗി കാണാൻ വന്നു. പക്ഷെ അത് കാണേണ്ടത് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കയറിയാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. നല്ല വെയിലത്താണ്, ഓടുകയാണ്. ചെരുപ്പ് ഇടാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് ഞങ്ങൾ കയറിയത്. ഓടുകയായിരുന്നു. കാരണം 1 മണി 2 മണി നേരം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര വെയിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ ഇതുണ്ട് കേട്ടോ. നമുക്കത് കറക്റ്റ് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. കുറേ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഓരോരോ എഴുതി വെച്ചിരിക്കുന്നത് അവർ. പിന്നെ കുളിക്കുന്ന സ്ഥലങ്ങൾ, ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ. പെണ്ണുങ്ങളുടെ ചന്ദ്രകുണ്ടോ, പിന്നെ ആണുങ്ങളുടെ സൂര്യകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത്. അവിടെയൊക്കെ പോയി. പക്ഷെ കുളിച്ചൊന്നുമില്ല ഞങ്ങൾ. പിന്നെ ഒരു സർപ്പത്തിൻ്റെത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറണം. ആർക്ക് വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ്, നല്ല മനസ്സിന് നല്ല സുഖമായിരുന്നു. പിന്നെ അവിടെ യോഗ ഉണ്ടായിരുന്നു. യോഗയ്ക്കൊന്നും കയറില്ല. ഞങ്ങൾക്ക് തിരിച്ചിവിടെ തൃശ്ശൂർ എത്തേണ്ട കാരണം ഞങ്ങൾ വേറൊരു ദിവസം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഓടി നടന്ന് കണ്ട് തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. 4:30-5 മണി ആയിരിക്കുന്നു ഫുഡ് കഴിക്കാൻ കയറുന്ന തന്നെ. അന്നപൂർണയിലാണ് കയറി. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ലഞ്ചിന് പകരം ഈവനിങ് ഫുഡാണ് കഴിച്ചത്. കാരണം ലഞ്ചൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് അവിടുന്ന് മേടിച്ചു. പിന്നെ എന്തോ ഒരു ലഡു, ഹാസൽനട്ട് ലഡു, അത് മേടിച്ചിരുന്നു. അത് വണ്ടിയിൽ വെച്ചിട്ടിരുന്നു കഴിക്കാനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവനെ തിരിച്ച് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടാക്കി. അവിടുന്ന് അത് പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് അഡ്മിഷന് നാളെ ജോയിൻ ചെയ്താൽ മതി എന്നാണ്. തിരിച്ച് അവൻ്റെ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ അതിന് രാത്രി ഒരു 6:30-7 മണിയൊക്കെ ആയി. തിരിച്ച് വരുന്നതാണ് നമ്മൾ. വരുമ്പോഴുള്ള വ്യൂസാണത്. വരുമ്പോൾ വേറെ റൂട്ടിനാണ് വന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഇട്ടെങ്കിലും വഴിയൊക്കെ തെറ്റി. എങ്ങനെയൊക്കെ എയർപോർട്ടിൽ എത്തേണ്ട സമയമൊക്കെ ജോയിനിങ് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത്. തിരിച്ചിറങ്ങുമ്പോൾ ഇത് ഇങ്ങനെ സന്ധ്യ ആവണ ഒരു ഇതാണ്. സന്ധ്യയായി കഴിഞ്ഞ് പാലക്കാട് കയറി ഞങ്ങൾ. ഇപ്പോൾ കണ്ട ഇരുട്ടായി തുടങ്ങി, നല്ല ഇരുട്ടായി. വളയാറ് ആ ഭാഗം അത്. പക്ഷേ രാത്രിയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്.
എന്തോ എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കാണാനായാലും എന്തായാലും. അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു ഞങ്ങളുടെ കോയമ്പത്തൂർ യാത്ര. അനിയത്തിയുടെ മോൻ്റെ പേരും പറഞ്ഞിട്ട് എല്ലാവരും കൂടി കോയമ്പത്തൂർ പോയി. തിരിച്ചു വന്നപ്പോൾ പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. അത്ര വലിയ ഹൈപ്പർ മാർക്കറ്റ് പോലെ ആയി തോന്നിയില്ല, പക്ഷെ കയറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് നേരമില്ല. ഒന്നാമത് ഞങ്ങളവിടെ ആദിയോഗിയുടെ അവിടെ ഒക്കെ നടന്നിട്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി. കുറേ നടക്കാനുണ്ട്. പിന്നെയാണെങ്കിൽ ഉച്ച നേരമല്ലേ, എല്ലാം കൂടിയായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതായി. ഭയങ്കര ടയേർഡായിപ്പോയി. തിരിച്ച് വരുമ്പോൾ ആ കുതിരാന്തുരങ്കത്തിൻ്റെ ഒരു ഇതാട്ടോ അത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്, അപ്പോൾ പകലായാലും ലൈറ്റ് ഇടുന്നുണ്ട്. പക്ഷേ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. രാത്രിയാകുമ്പോഴും നല്ല ഒരു ഇതുണ്ട് കാണാൻ. അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാന്തുരങ്കം പകലും അതിൽ യാത്ര ചെയ്ത് വൈബ് ചെയ്തു, രാത്രിയും അതിലൂടെ യാത്ര ചെയ്ത് വൈബ് ചെയ്തു. സോ ഗൈസ്, നമ്മൾ ഫൈനലി വീട്ടിലെത്തി ആൻഡ് ദിസ് വ്ളോഗ് കംസ് ടു ആൻ എൻഡ്. ആൻഡ് നമ്മൾ ഇന്ന് കോയമ്പത്തൂർ കണ്ടു, പിന്നെ മറ്റേ ആദിയോഗി സംതിങ് ആ സംഭവം കണ്ടു. ഈ കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ആദിയോഗി എന്ന് പറയുന്ന സംഭവം കണ്ടു. ശിവൻ്റെ ആ സ്റ്റാച്ചു അത് കണ്ടു. പിന്നെ നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ട് കണ്ടു, കോയമ്പത്തൂർ കണ്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നടന്നത്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വ്ളോഗ്, പ്ലീസ് ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ. So yeah, until we see you next time. Bye bye.